ലീഗിന് വഴങ്ങിയാണ് സതീശനെ കോൺഗ്രസ് മുഖ്യമന്ത്രിയാക്കിയത് എന്നത് വെറും ആക്ഷേപം. അത് CPM-ന്റെ കയ്യിലിരിക്കട്ടെ. വെറുതെ കിടന്ന് ഉരുളണ്ട, ഞങ്ങൾ എല്ലാവരും ഒറ്റക്കെട്ടാണ്. ലീഗിന് വഴങ്ങിയാണ് സതീശനെ കോൺഗ്രസ് മുഖ്യമന്ത്രിയാക്കിയത് എന്ന ആക്ഷേപം CPM-ന്റെ അവസാനത്തെ അടവാണ്. 100% പരാജയം അംഗീകരിക്കുക, അതിനു പകരം വീണെടുത്ത് കിടന്ന് ഉരുളുകയാണ് എന്ന് K. മുരളീധരൻ. BJP എന്തു വന്നാലും കേരളത്തിൽ ക്ലച്ച് പിടിക്കാൻ പോകുന്നില്ല, അതിൽ യാതൊരു സംശയവും വേണ്ട. പാണക്കാട് തലയിൽ മുണ്ടിട്ട് പോയ വിദ്വാൻമാർ ഞങ്ങളെ കുറ്റം പറയാൻ നിൽക്കുകയാണ്. ഞങ്ങൾ പരസ്യമായിട്ടാണ് പോകുന്നത്. പ്രതിപക്ഷ നേതാവായി പിണറായി വിജയൻ തന്നെ ഇരിക്കുക എന്നതാണ് UDF-ന് കുറെ കൂടി സൗകര്യം. അദ്ദേഹം മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ UDF-ന് 102 സീറ്റ് കിട്ടി. അദ്ദേഹം പ്രതിപക്ഷ നേതാവ് ആയിരിക്കുമ്പോൾ മിക്കവാറും അസംബ്ലി തൂത്തുവാരുന്ന അവസ്ഥയിൽ UDF എത്തും. ശക്തമായ പ്രതിപക്ഷം വേണമെന്നാണ് ഞങ്ങൾ എപ്പോഴും ആഗ്രഹിക്കുന്നത് എന്ന് K. മുരളീധരൻ. അദ്ദേഹം വളരെ പോസിറ്റീവായിട്ട്, വളരെ ശുഭാപ്തി വിശ്വാസത്തോടെ കേരളത്തിന്റെ ഭരണസാരഥ്യം കോൺഗ്രസ് ഏറ്റെടുക്കുമ്പോൾ അതിനൊപ്പം നിൽക്കാൻ സാധ്യതയുള്ള K. മുരളീധരൻ വളരെ ശക്തമായ ഭാഷയിലാണ് കഴിഞ്ഞ ദിവസം ലീഗിന് വഴങ്ങിയാണ് VD സതീശനെ മുഖ്യമന്ത്രിയാക്കിയത് എന്ന ആ ഒരു പ്രസ്താവനയോട് പ്രതികരണം നടത്തിയിരിക്കുന്നത്. അദ്ദേഹം പറയുന്നു, ജനവികാരവും കോൺഗ്രസ് നേതാക്കളുടെ പൊതുവികാരവും ഇത് രണ്ടും കണക്കിൽ എടുത്തിട്ടാണ് VD സതീശനെ മുഖ്യമന്ത്രിയായി തിരഞ്ഞെടുത്തത്. കോൺഗ്രസിന്റെ MLA-മാർ, MP-മാർ, മറ്റ് സീനിയർ നേതാക്കന്മാർ ഇവരുടെ ഒക്കെ അഭിപ്രായം കേട്ടു. അതിനുശേഷമാണ് ഹൈക്കമാൻഡ് ഒരു അവസാന തീരുമാനത്തിലേക്ക് എത്തിയത്. തെരഞ്ഞെടുപ്പിൽ ജനങ്ങളൊക്കെ VD സതീശൻ മുഖ്യമന്ത്രിയാകണമെന്ന അഭിപ്രായം പ്രകടിപ്പിച്ചിരുന്നു. അത് പലപ്പോഴും പ്രചരണത്തിനായി തിരഞ്ഞെടുപ്പ് സമയത്ത് ഫീൽഡിൽ ഇറങ്ങിയപ്പോൾ തനിക്ക് ഫീൽ ചെയ്തിരുന്നു എന്ന് മുരളീധരൻ പറയുന്നു. തിരഞ്ഞെടുപ്പിന് ശേഷം തന്റെ നിയോജക മണ്ഡലത്തിൽ താൻ പോയപ്പോൾ മുഖ്യമന്ത്രിയാകേണ്ടത് VD സതീശൻ തന്നെയാണ് എന്നും വോട്ടർമാർ അഭിപ്രായപ്പെട്ടിരുന്നു. അങ്ങനെ എല്ലാ ഭാഗത്തു നിന്നുമുള്ള എല്ലാ കാര്യങ്ങളും പരിഗണിച്ചാണ് ഹൈക്കമാൻഡ് തീരുമാനമെടുത്തത്. ഞാൻ സതീശനൊപ്പമാണെന്ന് മാധ്യമങ്ങളൊക്കെ പറഞ്ഞു. എന്നാൽ ഞാനത് നിഷേധിച്ചില്ല, ഞാനത് നിഷേധിക്കാൻ മെനക്കെട്ടില്ല. അതിന്റെ അർത്ഥം മാധ്യമങ്ങൾ പറഞ്ഞതാണ് ശരി എന്ന് മുരളീധരൻ വ്യക്തമാക്കി. രമേശ് ചെന്നിത്തല മന്ത്രിസഭയിൽ വരുമോ എന്നത് രമേശും ഹൈക്കമാൻഡ് തീരുമാനിക്കേണ്ട കാര്യമാണ്. ചെന്നിത്തല എല്ലാ കാലത്തും ഹൈക്കമാൻഡ് തീരുമാനങ്ങളെ അംഗീകരിക്കുകയും അച്ചടക്കമുള്ള കോൺഗ്രസ് പ്രവർത്തകനായി പ്രവർത്തിക്കുകയും ചെയ്ത വ്യക്തിയാണ്. അതുകൊണ്ട് ഇക്കാര്യത്തിലും ഹൈക്കമാൻഡ് നിർദ്ദേശങ്ങൾ അനുസരിച്ച് ചെന്നിത്തല പ്രവർത്തിക്കും എന്നതിൽ ഒരു തർക്കവുമില്ല എന്ന് K. മുരളീധരൻ. രമേശ് ചെന്നിത്തലയുമായി രാഹുൽ ഗാന്ധി സംസാരിച്ചു, ഖർഗെയും സംസാരിച്ചു. അതിനുമേലെ കോൺഗ്രസിൽ ആരെങ്കിലും ഉണ്ടോ? രമേശ് ചെന്നിത്തല മന്ത്രിസഭയിൽ ആവശ്യമായ ഒരു വ്യക്തിയാണ്. മന്ത്രിസ്ഥാനം സംബന്ധിച്ച് എന്നോടൊന്നും പറഞ്ഞിട്ടില്ല, ഞാനും ആരുമായും ഇക്കാര്യം സംസാരിച്ചിട്ടില്ല. മുഖ്യമന്ത്രിയായി പ്രഖ്യാപിച്ചതിന് പിന്നാലെ മുതിർന്ന നേതാക്കളെ അതേസമയം സന്ദർശിക്കുകയാണ് VD സതീശൻ. അദ്ദേഹം മുതിർന്ന നേതാക്കളുടെ പിന്തുണയും അനുഗ്രഹവും തേടുകയാണ്. മുതിർന്ന നേതാവ് AK ആന്റണിയും VM സുധീരനെയും കഴിഞ്ഞ ദിവസം കണ്ടു. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ വീട്ടിലും കഴിഞ്ഞ ദിവസം എത്തിയതിനിടയിൽ പത്മനാഭസ്വാമി ക്ഷേത്ര ദർശനവും നടത്തി. കോൺഗ്രസിന്റെ നിയമസഭാ കക്ഷി നേതാവായുള്ള ഹൈക്കമാൻഡ് പ്രഖ്യാപനത്തിന് ശേഷം ആദ്യം എത്തിയത് മുതിർന്ന നേതാവ് AK ആന്റണിയെ കാണാനായിരുന്നു. അരമണിക്കൂറോളം അടച്ചിട്ട മുറിയിൽ രണ്ടുപേരും ചർച്ച നടത്തി. പിന്നെ എത്തിയത് മുഖ്യമന്ത്രി ചർച്ചയിൽ ഉറച്ചു പിന്തുണ നൽകിയ VM സുധീരനെ കാണാനാണ്. അധികാരത്തിലെത്തിയാൽ അടുപ്പം സ്ഥാപിക്കാൻ എത്തുന്ന അവതാരങ്ങളെ സൂക്ഷിക്കണമെന്ന് നിയുക്ത മുഖ്യമന്ത്രിക്ക് മുന്നറിയിപ്പും ലഭിച്ചു. ഇതിനിടെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്താനും നിയുക്ത മുഖ്യമന്ത്രി സമയം കണ്ടെത്തി. അരമണിക്കൂറോളം VD സതീശൻ ക്ഷേത്രത്തിനകത്ത് സമയം ചെലവഴിച്ചു. ക്ഷേത്രം ഭാരവാഹികൾ ഊഷ്മളമായ സ്വീകരണമാണ് നിയുക്ത മുഖ്യമന്ത്രിക്ക് നൽകിയത്. അവിടെ നിന്നും അദ്ദേഹം നേരെ പോയത് ഉമ്മൻചാണ്ടിയുടെ തിരുവനന്തപുരത്തെ വീട്ടിലേക്കായിരുന്നു. ഉമ്മൻചാണ്ടിയുടെ ഭാര്യ മറിയാമ്മ ഉമ്മൻ, മക്കളായ ചാണ്ടി ഉമ്മൻ, MLA മറിയ ഉമ്മൻ, കൊച്ചുമകൻ എന്നിവർ ചേർന്ന് അദ്ദേഹത്തെ സ്വീകരിച്ചു. ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ മന്ത്രിയാകാൻ കഴിയാത്തതാണ് തന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ തടസ്സമെന്നും അദ്ദേഹം പരാമർശിക്കുകയുണ്ടായി. അതുപോലെ തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയനെയും സത്യപ്രതിജ്ഞയ്ക്ക് മുൻപിൽ നേരിൽ കാണുമെന്നും അദ്ദേഹം അറിയിച്ചു. അതുപോലെ കാർത്തികേയന്റെ കുടുംബത്തെയും ഒക്കെ നിയുക്ത മുഖ്യമന്ത്രി VD സതീശൻ കണ്ടു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ മറ്റൊരു കാര്യം അദ്ദേഹത്തെക്കുറിച്ച് പറയാനുള്ളത്, VD സതീശനെ കുറിച്ച് പറയാനുള്ളത്, ഏറ്റവും ഗുരുത്വമുള്ള ഒരു ലീഡർ തന്നെയാണ് VD സതീശൻ എന്നാണ്. തനിക്ക് മുൻപേ ഉള്ളവരെയും അവരുടെ കുടുംബാംഗങ്ങളെയും ഒക്കെ നേരിട്ട് കണ്ട് അവരുടെയൊക്കെ അനുഗ്രഹം വാങ്ങുക എന്ന് പറയുന്നത് തന്നെ അദ്ദേഹത്തിന്റെ ഉള്ളിലുള്ള ആ ഒരു നന്മയുടെ പ്രതീകമായാണ് വിലയിരുത്തപ്പെടുന്നത്. എന്തായാലും അദ്ദേഹത്തിന് ഇവരുടെ എല്ലാം അനുഗ്രഹ ആശീസ്സുകളും ഉണ്ടാകും എന്ന് തന്നെ ഉറപ്പാവുകയാണ്. നല്ലൊരു ഭരണം അദ്ദേഹം കാഴ്ചവെക്കും എന്ന് തന്നെയാണ് എല്ലാവരും അവരുടെ ശുഭാപ്തി വിശ്വാസം പ്രകടിപ്പിച്ചത്. അങ്ങനെ നല്ല ഒരു നാളെയിലേക്ക് കേരളം നീങ്ങുകയാണ്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.